സുഹൃത്തുക്കളെ, ചൗഹാനാണ്. ഓട്ടോറിക്ഷയ്ക്ക് മിനിമം ചാർജ് 30 ഉറുപ്പ്യ ആക്കിയിട്ട് 3-4 കൊല്ലായി. അതിനുശേഷം എത്ര രൂപ ഡീസലിന് പൈസ അധികമായി. ഞാളെന്നാ വേണ്ടിയേ, ഞാൻ ആരോടെ പറയണ്ടു. ഒട്ടാകെ ജനകീയപ്പോ ഒട്ടാകെ സൈക്കിളും. ഒരാൾ പ്രസവിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പ്രസവിച്ച കുഞ്ഞം വരുന്ന സൈക്കിൾ സ്കൂട്ടിന്റെ നമ്മളാ തിരിച്ചു വരുന്നത്. ഞാളെന്നാ വേണ്ടിയേ. ഹോട്ടലിലാണെങ്കിൽ ഭക്ഷണത്തിന് പമ്പിച്ച പൈസ, ചോറിന് പൈസ കൂടിയാൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇല ചെട്ടി കൊണ്ടുപോവാ. ചായക്ക് 14 ഉറുപ്പ്യ, ചായ ആളതിനെ കൊണ്ടുപോവാ. 14 ഉറുപ്പ്യ ചായ കൊണ്ടുപോവേ, 1000 ഉറുപ്പ്യന്റെ പാസ്ബുക്ക് വാങ്ങാനാ. ഞാൻ ആരോടെ പറയണ്ടു. ഒരു ഗൾഫുകാരെ ഓട്ടോറിക്ഷക്കാരിട്ട് മിനിമം 30 ഉറുപ്പ്യ എന്നാ ചോൻ പറഞ്ഞ നിങ്ങളെ പിച്ചക്കാർ കൊടുക്കുന്ന പൈസ ഇഞ്ഞിട്ടും കൂട്ടിക്കില്ലെന്നാ ചോദിച്ച്. ഞാളെന്നാ വേണ്ടിയേ. പണ്ട് ഓട്ടോറിക്ഷ ബസ് ഷാപ്പ് എന്ത് നന്നാക്കിയാലും ഇത്ര പൈസ എന്ന് പറയും. 5000 10,000 എന്ന് പറയും. ഇന്ന് ബാർബർ ഷാപ്പ് കഴിഞ്ഞോട്ടാ. താടി കാട്ടി ഇത്തിര, മുടി കാട്ടി ഇത്തിര എന്ന് പറയുമ്പോൾ ടാറ് കാഴ്ച ഇത്തിര, ബ്രേക്ക് എന്നാക്കി ഇത്തിര, എഞ്ചിൻ കാഴ്ച ഇത്തിര, അങ്ങനെ ഓരോന്ന് കഴിക്കാനുള്ള പൈസ പോലും വാങ്ങുന്നത്. പാർട്സിനെല്ലാം പമ്പിച്ച പൈസ. ഞാനെന്നാ വേണ്ടിയേ. കാറിനും സൈക്കിളിനെല്ലാം സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും കാര്യമെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ഇല്ല. നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്ന. ഞങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായിട്ടാ മിനിമം ചാർജ് വരി കാരണവശാലും 30 ഉറുപ്പ്യ കോടി ഒപ്പല്ല. ഞാനതിനെ കൊണ്ട് ഊതാനോട്ടല്ല. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് നാളെ ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം. മിനിമം ചാർജ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കുന്നെങ്കിൽ മിനിമം 50 ഉറുപ്പ്യെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം. അല്ലാണ്ട് ഓടി ഒപ്പല്ല. ഉള്ള ഒരു കാര്യം മതി. 30 ഉറുപ്പ്യ കയറ്റുന്ന കാര്യം ആനയെ കൊണ്ട് ഊതാനോട്ടാണല്ലേ. അതുകൊണ്ട് അധികാരികൾ അവരോട് പറഞ്ഞ എത്രയും പെട്ടെന്ന് നമ്മുടെ സാധാരണക്കാരന്റെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് പിന്നെ നിങ്ങൾ മിനിമം ചാർജ് കൂട്ടിത്തരണം. അതുകൊണ്ട് എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ചൗഹാന്റെ എല്ലാവിധ ആശംസകളും. ഓക്കെ.